മാനം മുട്ടി സ്വർണം വെള്ളി വില. ആഭരണം വാങ്ങേണ്ടവരുടെ ആധി പരമകോടിയിൽ. നിക്ഷേപിക്കാനാണെങ്കിൽ ഇനി അങ്ങോട്ട് ഏതാണ് ഭേദം? വെള്ളിയേക്കാൾ ഹ്രസ്വകാലത്തേക്ക് സ്വർണം തന്നെയെന്ന് മോത്തിലാൽ ഓസ്വാൾ ഫിനാൻഷ്യൽ സർവീസസ്. മൂല്യത്തിനും ആഗോള സാഹചര്യങ്ങൾക്കും നിരക്കുന്നതല്ല വെള്ളിവില. സ്വർണം പവന് 1,15,240, വെള്ളി 3,39,927 രൂപ. ഇതിനിടെ ഇന്നലെ കുത്തനെ ഇടിഞ്ഞ സ്വർണം വെള്ളി ETF-കൾക്ക് ഇന്ന് അതേ വേഗത്തിൽ 20% വരെ തിരിച്ചു കയറ്റം. ട്രംപിന്റെ ഓരോ വെളിപാടുകൾക്കൊത്ത് യുദ്ധപേടിയിൽ വിയർത്തൊലിച്ച് വിപണികൾ. ഡോളറിനോട് കൂടുതൽ തോറ്റ് രൂപ 91.72. അദാനി ഗ്രൂപ്പ് ഓഹരികൾക്ക് 11% വരെ ഇടിവ്. അമേരിക്കയിൽ നിന്നുള്ള വാർത്തയാണ് കാരണം. കോഴക്കേസിൽ ഗൗതം അദാനിക്കും മറ്റും നേരിട്ട് നോട്ടീസ് അയക്കാൻ ഫെഡറൽ കോടതിയെ സമീപിച്ച് അമേരിക്കൻ ഓഹരി വിപണി ഏജൻസി. ഇന്ത്യൻ ഭരണകൂടം ഉഴപ്പിയെന്ന് കുറ്റപ്പെടുത്തൽ. 4 പുതിയ ട്രെയിൻ സർവീസുകൾക്ക് തിരുവനന്തപുരത്ത് പച്ചക്കൊടി കാണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് ട്രെയിനുകൾ 3. നാഗർകോവിൽ മംഗളൂരു, തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം ചാർലപ്പള്ളി. പാസഞ്ചർ ട്രെയിൻ തൃശൂർ ഗുരുവായൂർ. കൊച്ചി വിമാനത്താവളത്തിൽ സുരക്ഷാ പരിശോധനയ്ക്ക് ഫുൾ ബോഡി സ്കാനർ. പരീക്ഷണാർത്ഥം പ്രവർത്തനത്തിന് തുടക്കം. ക്യാബിൻ ബാഗേജ് നീക്കം വേഗത്തിലാക്കുന്ന ഓട്ടോമേറ്റഡ് ട്രേ റിട്രീവൽ സിസ്റ്റത്തിനും തുടക്കം. ഇനി അങ്ങോട്ട് 4 ദിവസത്തേക്ക് ബാങ്ക് ശാഖകൾ പ്രവർത്തിക്കില്ല. നേരിട്ട് ചെന്ന് കാര്യം നടത്തണമെങ്കിൽ ബുധനാഴ്ച പോയാൽ മതി. 4ാം ശനി, ഞായർ, റിപ്പബ്ലിക് ദിനം എന്നിവ കഴിഞ്ഞാൽ 27-ന് ജീവനക്കാരുടെ പണിമുടക്ക്. ആഴ്ചയിൽ പ്രവൃത്തി ദിനം 5 ആക്കണമെന്ന് ആവശ്യം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.